ഇപ്പാരാം നാട്യരംഗത്തറയിൽ അവനിതാ വേഷവും കെട്ടി നൃത്തം എത്തേണ്ടി വന്നു ചെറുതൊഴി കഴിവില്ലാത്ത നിന്നാജ്ഞയാലേ തപ്പാതൻ ചൊല്ലിയാട്ടം ജനരസകരമായിട്ടു തീരേണമെങ്കിൽ തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമമേയേ ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 8-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. കൽക്കി അവതാരമായി വന്ന ഭഗവാൻ എല്ലാ ദുഷ്ടന്മാരെയും നിഗ്രഹിച്ചു. അതിനുശേഷം മഹാപ്രളയത്തിൽ ഈ ഭൂമി തന്നെ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഹേ നാരദ, പിന്നെ 12 ആദിത്യന്മാർ ഒന്നിച്ച് ഉദിക്കും. 12 ആദിത്യന്മാര് എന്ന് പറയും. അവരുടെ ചൂടുകൊണ്ട് ഭൂമി മുഴുവൻ ഒരുപോലെ ഉണങ്ങി വരണ്ടുപോകും. അജയ്യനായ കലി പോയി കഴിയുമ്പോൾ കൃതയുഗം ആരംഭിക്കും. അപ്പോൾ തപസ്സും സത്വവും ചേർന്ന് ധർമ്മം സമ്പൂർണമായി തീരും. ഭൂമിയിലെങ്ങും ബ്രാഹ്മണര് തപസ്സുകളും ധർമ്മിഷ്ഠരും ആയി ഭവിക്കും. ഗൃഹം തോറും സ്ത്രീകള് ധർമ്മിഷ്ഠകളും പതിവ്രതകളുമാവും. രാജാക്കന്മാരെ ക്ഷത്രിയരും മനസ്വികളും ബ്രാഹ്മണ ഭക്തന്മാരും പ്രതാപവന്മാരും ധർമ്മിഷ്ഠരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുമൊക്കെ ആയിത്തീരും. വൈശ്യര് വാണിജ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരും ബ്രാഹ്മണ സേവയൊക്കെ ചെയ്യുന്നവരും ഉത്തമശീലരും ധർമ്മിഷ്ഠരും ഒക്കെയായും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യകുലത്തിൽ ജനിച്ചവര് ദേവീഭക്തന്മാരും ദേവീമന്ത്രങ്ങൾ ജപിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായിത്തീരും. മനുഷ്യർക്ക് ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ അറിവുള്ളവരും അതേമാതിരി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരും ഒക്കെ ആയിത്തീരും. ത്രേതായുഗത്തിലെ ധർമ്മത്തിന് 3 പാദങ്ങളെ ഉണ്ടായിരിക്കൂ. ദ്വാപരത്തിൽ 2 പാദങ്ങളും കലിയുഗത്തിൽ 1 പാദവും ഉണ്ടാവും. പിന്നെയെല്ലാം ലോപിച്ചു പോകും. ദിവസങ്ങൾ 7, അതുപോലെ തിഥികൾ 16, മാസങ്ങൾ 12, ഋതുക്കൾ 6. തിഥികൾ 16 എന്ന് പറയുന്നു. 15 ശരിക്ക്. 2 പക്ഷങ്ങൾ, 2 അയനങ്ങൾ, 4 യാമങ്ങൾ കൂടിയിട്ട് ഒരു പകല്, 4 യാമങ്ങൾ കൂടി ഒരു രാത്രി, 30 ദിവസങ്ങൾ ചേർന്നൊരു മാസം. കാലസംഖ്യാപരിഗണനയനുസരിച്ച് വർഷങ്ങൾ 5 വിധത്തില്: സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, ഇദ്വത്സരം, വത്സരം എന്ന് ഭാഗവതത്തിൽ പറയണു. അതിന് ഈ ക്രമമനുസരിച്ച് യുഗങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് 1 വർഷം പൂർണ്ണമാവുമ്പോൾ ദേവന്മാർക്ക് 1 ദിവസം കഴിയും. മനുഷ്യർക്ക് 360 യുഗം കഴിയുമ്പോൾ ദേവന്മാർക്ക് 1 യുഗം എന്നാണ് കാലഗണനയിൽ പറയപ്പെടുന്നത്. 71 ദേവയുഗം ചേരുന്നത് 1 മന്വന്തരം. 1 മന്വന്തര കാലമാണ് ദേവേന്ദ്രന്റെ ആയുസ്. 28 ഇന്ദ്രന്മാരുടെ കാലമാണ് ബ്രഹ്മാവിന്റെ 1 ദിവസം. അങ്ങനെ 108 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവും നശിക്കും. ആ അവസരത്തിൽ പ്രളയമുണ്ടായി ഭൂമി അപ്രത്യക്ഷമാകും. ജലത്തിലാണ്ട വിശ്വങ്ങളും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരും ജ്ഞാനികളായ മുനിമാരും എല്ലാം സത്യസ്വരൂപനായ ചിദാത്മാവിൽ ലയിക്കും. ഹേ നാരദ, അതിൽ പ്രകൃതിയും ലയിച്ചു ചേരും. അതിനെയാണ് വിദ്വാൻമാരെ പ്രാകൃത പ്രളയം എന്നൊക്കെ പറയണത്. ബ്രഹ്മാവ് നശിച്ച് പ്രകൃതിക്ക് പ്രളയമുണ്ടായി കഴിയുന്ന സമയത്ത് ശ്രീദേവിക്ക് 1 നിമിഷം മാത്രമേ ആവുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ അഖില ബ്രഹ്മാണ്ടങ്ങളും നശിക്കണു. നിമിഷത്തിനുള്ളിൽ പിന്നെ യഥാക്രമം സൃഷ്ടി നടക്കണു. ഇങ്ങനെ എത്ര വിധത്തിലുള്ള സൃഷ്ടിയും എത്ര വിധത്തിലുള്ള ലയവും വരികയും പോവുകയും ചെയ്ത കൽപ്പങ്ങളുടെ എണ്ണവും ആർക്കാണ് അറിയാൻ കഴിയുന്നത്? സൃഷ്ടികളുടെ ലയങ്ങളുടെയും ബ്രഹ്മാണ്ടങ്ങളുടെയും ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാക്കളുടെയും എണ്ണം എത്രയാണ് എന്ന് ആർക്കാ അറിയുന്നത്? സർവബ്രഹ്മാണ്ടങ്ങൾക്കും അവനൊരുവനാണ് ഈശ്വരൻ. ഏവർക്കും അവൻ പരമാത്മാവും സച്ചിദാനന്ദ സ്വരൂപനുമാണ്.
ബ്രഹ്മാവ് തുടങ്ങിയവരെല്ലാം അവന്റെ അംശഭൂതരാണ്. അവന്റെ അംശസംഭൂതനാണ് മഹാവിരാട്. അവന്റെ അംശം തന്നെയാണ് ക്ഷുദ്രവിരാട്ടും. നിർഗുണനായ ആത്മാവിന് കാരണത്വം സംഭവിക്കുകയില്ല. മായാവിഷ്ടനായിട്ടുള്ള ആത്മാവാണ് ജഗത്തിന് കാരണം. ആനയിൽ പ്രവേശിച്ച ചൈതന്യത്തെ ആന എന്ന് പറയുന്നത് പോലെ മൂലപ്രകൃതിയിൽ പ്രവേശിച്ച ചൈതന്യത്തെ മൂലപ്രകൃതി എന്ന് പറയും. രണ്ടിനും തമ്മിൽ ഭേദമൊന്നുമില്ല. അതുപോലെ പരമാത്മാവ് തന്നെയാണ് പരമായ പ്രകൃതി. ആ മൂലപ്രകൃതിയുടെ സാന്നിധ്യത്തിൽ ഗോപാല സുന്ദരി നാമത്തോടെ ശ്രീകൃഷ്ണൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ ജനിച്ചു. ആ കൃഷ്ണൻ തന്നെ ദ്വിഭുജനും ചതുർഭുജൻ എന്നും രണ്ടായി തീർന്നു. ചതുർഭുജൻ വൈകുണ്ഠത്തിലും ദ്വിഭുജൻ സ്വയം ഗോലോകത്തും സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മാവ് മുതൽ തൃണം വരെ സർവം മൂലപ്രകൃതിയിൽ നിന്ന് ജനിച്ചതാണ്. പ്രകൃതിയെ ആശ്രയിച്ച് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കുന്നതുമാണ്. ഇപ്രകാരം സൃഷ്ടിക്ക് കാരണഭൂതമായ ബ്രഹ്മം സത്യവും നിത്യവും സനാതനവും സ്വതന്ത്രവും നിർഗുണവും പ്രകൃതിക്ക് അതീതവുമാണ്. ആ പരമാത്മാവിന് ഉപാധിയൊന്നുമില്ല, ഭൗതികമായ രൂപമില്ല. എന്നാൽ മൂലപ്രകൃതി രൂപേണ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ തൽപരനാണ്. ആ പരാത്മജ്ഞാനം ഉണ്ടായതുകൊണ്ടാണ് കമലോദ്ഭവനായ ബ്രഹ്മാവിന് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. പരമാത്മജ്ഞാനമുള്ളതുകൊണ്ടാണ് സർവതത്വജ്ഞനും മൃത്യുഞ്ജയനുമായ ശിവൻ ലോകസംഹാരത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. അദ്ദേഹത്തെ തപസ്സു ചെയ്തതുകൊണ്ടാണ് ശിവൻ മഹാതപസ്വിയും മഹാവിഭൂതിയോടുകൂടിയവനും സർവജ്ഞനും സർവദർശനനുമായി തീർന്നിരിക്കുന്നത്. സർവവ്യാപിയും സർവലോകത്തെയും സംരക്ഷിക്കുന്നവനും സർവസമ്പത്തിനും ദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ വിഷ്ണു സർവേശ്വരനും ശ്രീയുടെ കൂടിയുമുള്ളവനുമായിരിക്കണു. അദ്ദേഹത്തിലുള്ള ഭക്തി കൊണ്ടും അദ്ദേഹത്തെ സേവിച്ചതുകൊണ്ടുമാണ് മഹാമായയായ മൂലപ്രകൃതിയും സർവശക്തിമയും ഈശ്വരിയുമായി തീർന്നത്. സച്ചിദാനന്ദ സ്വരൂപിണിയായ ഭഗവതി എന്ന അവൾ പ്രകീർത്തിക്കപ്പെടുന്നു. ആ വിഷ്ണുവിനെ അറിയുകയും തപസ്സു ചെയ്യുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദേവമാതാവായ സാവിത്രി വേദാധിഷ്ഠ ദേവതയും ബ്രാഹ്മണർക്ക് പൂജനീയയും വേദജ്ഞയുമായി തീർന്നത്. ആ ഭഗവാനെ അറിയുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് സർവവിദ്യകൾക്കും അധിഷ്ഠാന ദേവതയായ സരസ്വതി വിദ്യ വിദ്വാൻമാർക്കും അത്യന്തം പൂജനീയം, സകല ലോകങ്ങളിലും പൂജനീയമായി തീർന്നത്. സർവഗ്രാമങ്ങളുടെയും അതിദേവതയും സർവസമ്പൽപ്രദായുമായ ലക്ഷ്മീദേവി ആ വിഷ്ണുവിനെ സേവിച്ചുകൊണ്ടാണ് സർവേശ്വരിയും സർവവന്ധ്യയും ഏവർക്കും പുത്രദായിനിയുമായി തീർന്നിരിക്കുന്നത്. സകലരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ദുർഗ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടാണ് സർവജ്ഞയും സർവ സംസ്തുതയുമായി തീർന്നിരിക്കുന്നത്. കൃഷ്ണന്റെ വാമാർദ്ധത്തിൽ ജനിച്ച കൃഷ്ണപ്രാണന് അതിദേവതയായ രാധിക പ്രേമം കൊണ്ട് കൃഷ്ണന് പ്രാണാധിക പ്രിയായി തീർന്നത്. ആ പരമാത്മസ്വരൂപിണിയെ സേവിച്ചുകൊണ്ടാണ്. എല്ലാവരെക്കാളും രൂപസൗന്ദര്യവും സൗഭാഗ്യവും മാന്യതയും ഗൗരവവും പത്നീഭാവത്തിൽ കൃഷ്ണന്റെ വക്ഷസ്ഥലത്തിൽ സ്ഥാനവും ആ ശക്തിരൂപിണിയെ സേവിച്ചതുകൊണ്ടാണ് പണ്ട് ശതശൃംഗ പർവ്വതത്തിൽ ഭർത്തൃലാഭത്തിനായി 1000 ദിവ്യവർഷം തപസ് ചെയ്തു. പരാശക്തിയുടെ പ്രസാദം ലഭിച്ചപ്പോൾ ചന്ദ്രക്കലാതുല്യമായ അവളെ കണ്ട വിഭുവായ കൃഷ്ണൻ മാറോടണച്ചിട്ട് കൃപാതിരേകത്താൽ ഏവർക്കും സുദുർലഭവും സാരവുമായ വരവും അവൾക്ക് നൽകി. എൻ്റെ വക്ഷസ്ഥലത്ത് സ്ഥിതി ചെയ്തുകൊള്ളുക, എന്നെന്നും നീ എൻ്റെ ഭക്തിയായിരിക്കും. സൗഭാഗ്യം കൊണ്ടും മാനം കൊണ്ടും പ്രേമം കൊണ്ടും ഗൗരവം കൊണ്ടും നീ എനിക്ക് സർവസ്ത്രീകളിലും ശ്രേഷ്ഠയും പ്രേയസിയും ആയിരിക്കും. ഞാൻ നിനക്ക് സ്വാധീനവും വശ്യനുമായിരിക്കും എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞിട്ട് ആ സുന്ദരിയെ സപ്ത
നിരഹിതയും പ്രാണവല്ലഭയും ആക്കി. മറ്റ് ദേവന്മാരാരെല്ലാം ഉണ്ടോ അവരെല്ലാം ശക്തിയെ പൂജിച്ചതിനാൽ പൂജ്യതരായിത്തീർന്നു. ഏതെല്ലാം രീതിയിൽ തപസ് ചെയ്യുന്നുവോ അവർക്ക് അതിനനുസരിച്ച് ഫലം ലഭിക്കും. 1000 ദിവ്യവർഷം ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുകയും ആ പരാശക്തിയെ ധ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് ദുർഗ സർവപൂജ്യയായിത്തീർന്നു. സരസ്വതി ഗന്ധമാദന പർവ്വതത്തില് 1,00,000 ദിവ്യവർഷം തപസ് ചെയ്ത് സർവവന്ധ്യയായിത്തീർന്നു. ലക്ഷ്മീദേവി 100 ദിവ്യയുഗങ്ങൾ പുഷ്കരത്തിൽ വെച്ച് തപസ്സനുഷ്ഠിച്ചു. ദേവിയെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് സകല സമ്പത്തും നൽകാൻ കഴിവുള്ളവളായിത്തീർന്നു. മലയപർവ്വതത്തിൽ തപസ് ചെയ്ത സാവിത്രി പൂജ്യയും വന്ധ്യയുമായിത്തീർന്നു. 60,000 ദിവ്യവർഷം തപസ് ചെയ്യുകയും പരാശക്തിയുടെ പദം ധ്യാനിക്കുകയും ചെയ്തതുകൊണ്ടാണ് ശങ്കരൻ പണ്ട് 100 മന്വന്തരമാണ് തപസ് ചെയ്തത്. ബ്രഹ്മാവും 100 മന്വന്തരം ശക്തിയെ ഉപാസിച്ചു. 100 മന്വന്തരം തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിഷ്ണു ലോകരക്ഷകനായത്. 10 മന്വന്തരം കഠിനമായ തപസ് ചെയ്തതിന്റെ ഫലമായി ശ്രീകൃഷ്ണൻ ദിവ്യമായ ഗോലോകം പ്രാപിച്ചു. ഇപ്പോഴും അവിടെ സുഖമായിട്ട് വാഴുന്നുണ്ട്. ധർമ്മൻ 10 മന്വന്തരം ഭക്തിപൂർവം പരാശക്തിയെ തപസ് ചെയ്തതുകൊണ്ട് സർവർക്കും പ്രാണനും സർവപൂജ്യനും ആരാധനനുമായി തീർന്നു. ഇങ്ങനെ പരാശക്തിയായ ഭഗവതിയെ തപസ് ചെയ്തതിനാൽ ദേവന്മാരും മുനിമാരും മനുക്കളും രാജാക്കന്മാരും ബ്രാഹ്മണരും പൂജിതരായി. അങ്ങനെ ആഗമ അനുസൃതമായ വേദാനുസൃതമായ ഗുരുമുഖത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഇതുപോലും പുരാണത്തെ സംബന്ധിച്ച് എല്ലാം ഞാനിത് അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടത് എന്ന ചോദ്യത്തോടുകൂടി നവമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം ഇത് അവിടെ അവസാനിക്കണു. തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. മഹാദേവ്യൈ നമഃ. ദേവീ ശരണം അമ്മേ.